കൂട്ടുകാരെ, ഇന്ന് ഞാൻ അയല മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണെന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു, ഇത് എന്താണ് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് കൊടുക്കാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് തേങ്ങയും മഞ്ഞളും ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് ഉപ്പുമൊക്കെ ഇട്ട് അരപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് നാട്ടിൽ നിന്ന് കിട്ടി നല്ല പാണ്ടിമാങ്ങ ഇല്ലേ, പണ്ടത്തെ പാണ്ടിമാങ്ങ കിട്ടി. അപ്പോൾ അതിൻ്റെ അപ്പം മാങ്ങ വെന്ത് അരപ്പും ഒക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അയല ഇട്ട് കൊടുക്കാം. നല്ല മുഴുത്ത അയല കിട്ടിയേ. അപ്പം അയല ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ച് മാങ്ങ ഇട്ട് കഴിഞ്ഞ് നമുക്ക് അരപ്പൊന്ന് വേവിക്കാം. മാങ്ങയുടെ പുളിയൊന്ന് വെന്തിറങ്ങുന്നതാണ് പറയും. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് അയല ഇട്ട് കൊടുക്കാം. അയല ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞ് കടുക് മൂപ്പിച്ചൊഴിക്കാം നന്നായിട്ട്. അപ്പം ഉപ്പും പുളിയൊക്കെ വെന്തോന്ന് ഈ സമയത്ത് നോക്കി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് മൂപ്പിച്ചൊഴിച്ച് അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കുറുകുറായിരിക്കണം നമ്മൾ അയലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം കടുക് മൂപ്പിച്ചൊഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല സ്വാദിഷ്ടമായ അയലക്കറി റെഡി. ചപ്പാത്തി തിന്നാൻ നല്ലതാ, ഒക്കെ ചോറുണ്ണാൻ നല്ലതാ. അപ്പോൾ ഇന്ന് ഇതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.